ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനെയാണ് കേട്ടോ. അപ്പം നന്ദുവിന്റെ ക്യാമ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ പോലീസ് ക്യാമ്പ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും അവസരമുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ അവസരം എത്തി. നന്ദു അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്ന വേറൊന്നുമല്ല, ചെറുപ്പത്തിലെ തന്നെ ഒത്തിരി ആഗ്രഹമായിരുന്നു എനിക്ക് പോലീസ് ആകുക, പോലീസ് യൂണിഫോം ഇടുക എന്നത്. അതുകൊണ്ട് 5 വയസ്സ് മുതൽ ഞാൻ കരാട്ടയും പിന്നെ കരളിയോ അല്ല കളരിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 വയസ്സ് മുതൽ എൻ്റെ മനസ്സിൽ അത് കയറിയിരുന്നതാണ് ഈ പോലീസ് യൂണിഫോത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മധുസൂദൻ സാർ എന്നെ ഒരുപാട് നോവിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പം വന്ന പ്രദീപ് സാറ് എൻ്റെ കൂടെ നിന്ന് ഞങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു പോലീസുകാരിയായിട്ട്, നല്ലൊരു SI ആയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ ജോലിയിൽ ഇരുന്ന് തന്നെ എൻ്റെ കടമകളെല്ലാം ഞാൻ നിറവേറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദു ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും നന്ദു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരെ കൂട്ടുകാരിയുടെ അടുത്ത് ചെല്ലുന്നപ്പോൾ കൂട്ടുകാരി, എടി നന്ദു, എനിക്കിനി നിന്നെ കാണാൻ പറ്റില്ലല്ലോടി, ഇനിയിപ്പം നിന്നെ കാണണമെങ്കിൽ എന്ത് ചെയ്യൂടി, സത്യമായിട്ടും പോലീസ് ക്യാമ്പ് അവസാനിക്കണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി തുഷാരെ, നമ്മൾ വീഡിയോ കോളൊക്കെ വഴി ഇപ്പം കാണാനായിട്ട് സാധിക്കുമല്ലോ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും കാണാം. പിന്നെ എന്തിനാ നിനക്ക് ഇത്ര വിഷമം? അല്ല എങ്കിലും ഞാൻ ഇത്രയ്ക്ക് കൂട്ടായിട്ടില്ലടി ആരുമായിട്ടും. അത് ശരിയാ, എനിക്ക് സത്യം പറഞ്ഞാൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നീ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഫ്രണ്ട് ആയത്. അതിലെൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും അത്ഭുതമൊക്കെ ഉണ്ട്. അല്ല, നിന്റെ ചേച്ചിയും ചേട്ടനും വരുന്നു പറഞ്ഞിട്ട് അവർ വന്ന് കാണുമായിരിക്കും, അവർ പുറത്ത് നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ വെളിയിലേക്ക് പോവാം. അതിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നയനയും ആദർശവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നയനയും ആദർശം കൂടി എങ്കിൽ പിന്നെ ബാ നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, സത്യമായിട്ട് ഈ പോലീസ് ക്യാമ്പിലേക്ക് വരുമ്പം എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകാൻ ഒരു വിഷമം തോന്നുക. നല്ലൊരു സുഹൃത്തിനെയൊക്കെ കിട്ടിയില്ലോ എനിക്ക്. തുഷാര ചേച്ചിക്ക് അറിയാലോ? എനിക്കറിയാടി. അല്ല, നിനക്ക് സാധാരണ പിള്ളേരായിരുന്നല്ലോ സുഹൃത്തായിട്ട് കിട്ടേണ്ടത്. എന്തോ അറിയില്ല, തുഷാരേനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. അവൾ എൻ്റെ റൂംമേറ്റ് അല്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയ്ക്ക് ഇതായിരുന്നു. അവൾ എന്തിനും ഏതിനും എൻ്റെ കൂടെ നിൽക്കായിരുന്നു. അറിയാലോ, എന്നെ ആ മധുസൂദനൻ സാറ് ഒരുപാട് തള്ളി പറയുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, പണിഷ്മെന്റ് തരുമ്പോൾ ആശ്വാസ വാക്ക് പകരാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനിയുടെ നമ്പർ എങ്ങനെ തുഷാരയുടെ കയ്യിൽ വന്നു? തുഷാരയുടെ നമ്പർ അനിയുടെ കയ്യിലും ഉണ്ടല്ലോ. അതുണ്ടല്ലോ. ഒരു ദിവസം വിളിച്ചപ്പോഴത്തേക്കും നട്ടുത്തു. ഞാൻ കോൾ എടുത്തില്ല. ഒരു ദിവസം അവള് കോൾ എടുത്തു. അവക്ക് പാവത്വം കരുതി കോൾ എടുത്തതാ. പിന്നെ അവര് തമ്മിൽ സംസാരിച്ച് അങ്ങോട്ട് നമ്പറൊക്കെ കൈമാറി. പിന്നെ എൻ്റെ വിശേഷങ്ങൾ അറിയാൻ തുഷാരേനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എന്തിനും ഏതിനും അനിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, തള്ളിപ്പറയരുത്. അവന് പറയാനുള്ളതും കൂടി കേൾക്കണം. എന്താന്ന് വെച്ചാൽ അവൻ്റെ ജീവിതം അങ്ങനെയാ. പിന്നെ ഞാൻ ആർക്കും ഒരു ശല്യം ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മനഃപൂർവ്വം തന്നെയാ ഫോൺ എടുക്കാതെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നയന പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ബാ നമുക്ക് വീട്ടിലേക്ക് പോകാം, അച്ഛനും അമ്മയുമേ അവിടെ നിന്നെ കാത്തിരിക്കുകയാണ്, ബാ എന്നൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു, നിന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് പേടിയാ. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും എന്നോട് അതുപോലെ പെരുമാറുന്നത്. അതെന്താ ആദർശേട്ടാ അച്ഛനും അമ്മയും അതുപോലെ പെരുമാറുന്നത്? എന്താ നൈനേച്ചി, ഇതുവരെ അച്ഛനും അമ്മയും എന്താ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണോ ആദർശേട്ടനെ? എന്താ ഇത്? അല്ല, നൈനേച്ചിക്ക് ആദർശേട്ടനെ അറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എനിക്കും ആദർശേട്ടനെ അറിയാം. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത് അച്ഛനും അമ്മയ്ക്കും തെറ്റിദ്ധാരണ മനസ്സിൽ കിടന്നിട്ടാ. ഏതായാലും നൈനേച്ചിയുടെ
ആദർശന്റെ ജീവിതം പോകുമോ എന്നൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരിക്കുന്നു പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണ്. അത് തന്നെ, അതുകൊണ്ട് ഞാൻ ആദർശ് എന്നോട് പറഞ്ഞായിരുന്നു അതൊന്നും കാര്യമാക്കണ്ടെന്ന്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ മുഖം കണ്ടു കഴിയുമ്പോൾ പഴയ ആ ഒരു സ്നേഹം കിട്ടാതെ വരുമ്പം ആദർശേട്ടന് ഒരു വിഷമം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദുവും ആദർശും നയനിയും കൂടെ നന്ദാവനത്തിന്റെ മുറ്റത്ത് എത്തിയിട്ടോ. നന്ദാവനത്തിന്റെ മുറ്റത്ത് എത്തിയതും മോനെ നന്ദു എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. ഇവര് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് നമ്മുടെ നന്ദുവിനെ. അപ്പൊ ഇവര് ഓടി വന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് വാരി പുണർന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ബാ മോളെ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് നയനെ മോളെ ബാ എന്ന് പറയുന്നു. ആദർശിനെ വിളിക്കുന്ന പോലും ഇല്ല കേട്ടോ. ആദർശിന് എന്തോ പോലെ ആയിപ്പോയി. സത്യമായിട്ടും ഒന്ന് ഓർത്ത് നോക്കിയ ആ ഒരു അവസ്ഥയെ. അങ്ങനെ ആദർശം ഇങ്ങനെ മാറി നിന്നപ്പോഴത്തേക്ക് നയന് പറഞ്ഞു, എന്താ ആദർശേട്ടാ ഇത്? അത് പിന്നെ എനിക്കെന്തോ അങ്ങോട്ടേക്ക് കയറി വരാൻ തോന്നുന്നില്ല നയനെ. ഉഫ്, എൻ്റെ പൊന്ന ആദർശേട്ടാ, അതൊക്കെ വിട്, ആ കാര്യമൊക്കെ അങ്ങ് വിട്. എന്തിനാ വെറുതെ? അവരുടെ തെറ്റിദ്ധാരണയല്ലേ. അവരൊരിക്കലും ആദർശനെ അറിഞ്ഞുകൊണ്ട് വെറുക്കുന്നതോ ഒന്നും അല്ലല്ലോ. ആദർശേട്ട അത് അവരുടെ തെറ്റിദ്ധാരണ മാത്ര. അപ്പൊ പിന്നെ അച്ഛനെ അമ്മേനെയും കൂടെ പോലെ ആദർശനും കൂടെ ആയാലോ. ഇനി എന്നെ വിഷമിപ്പിക്കാതെ ആദർശേട്ട, കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകണം. ആദ്യം കയറി ചെന്നപ്പോ തന്നെ നന്ദു നമ്മുടെ ഗോവിന്ദനോടും കനകയോടും പറയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ആദർശനെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തിനാ ആദർശനെ മാറ്റി നിർത്തുന്നത്? അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, ആരും മാറ്റി നിർത്തി? അതിനാരും മാറ്റി നിർത്തിയില്ലോ. മാറ്റി നിർത്തിയില്ല, ഞാൻ കണ്ടു, നല്ല വ്യക്തമായിട്ട് കണ്ടു. അതെ, ആദർശേട്ടനെ നയനേച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം കാണും. അല്ലാതെ ചുമ്മാതെയൊന്നും നയനേച്ച് വിശ്വസിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആദർശ് കയറി വന്നതും ഗോവിന്ദൻ പറഞ്ഞു, ബാ മോനെ വന്നിരിക്കാൻ പറഞ്ഞു. നന്ദു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവഗണിച്ച് നിർത്തുന്നൊരു തോന്നല് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ മനസ്സോടെയാണ് മോനെ വന്നിവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകയാണെങ്കിൽ ഞാനിപ്പം ചായ എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു. ഇപ്പൊ നയന പറഞ്ഞു, അമ്മ ഇത് എങ്ങോട്ട് പോവാ? അല്ല അമ്മ എന്താ മുഖം തിരിച്ചു നടക്കുന്നത്? അമ്മയ്ക്ക് എന്താ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അമ്മ ഇവിടെ വന്നിരുന്നേ. അത് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്നാ പറഞ്ഞത്. ഇപ്പൊ അമ്മ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദു പിടിച്ച് അവിടെ ഇരുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദു കുറെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? നയനേച്ചിക്ക് ആദർശന്റെ വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഓരോരുത്തരെയും ഇങ്ങനെ വെറുക്കുന്നത്? അതൊന്നും പാടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നയനേച്ചിക്കുള്ളത് കൊണ്ടാണ് ആദർശ് എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തിനാ അവർക്കിടയിൽ ഒരു പ്രശ്നമില്ലാത്തപ്പോൾ നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാ. എന്നിട്ട് നയനേച്ചി ഇങ്ങ് വന്നേ, അവരിവിടെ ഇരുന്ന് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നയനേച്ചിനെയും കൂട്ടിക്കൊണ്ട് നന്ദു അകത്തേക്ക് കയറി പോവാ. അപ്പൊ നമ്മുടെ ആദർശും ഗോവിന്ദനും മാത്രം അവിടെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആദർശ് പറയാ, അച്ഛൻ ഒരു കാര്യം ഓർക്കണം, നമ്മൾ തെറ്റ് ചെയ്യാഞ്ഞിട്ടും പക്ഷെ അത് തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നതും നമുക്ക് അത് തിരുത്താൻ പറ്റാത്തതുമായ ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യം നമ്മളെ ഒരുപാട് മുറിവേൽപ്പിക്കും, വേദനിപ്പിക്കും. ആ അവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നത് എന്ന്. ആദർശന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഗോവിന്ദൻ എന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷേ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഉള്ളത്. ഗോവിന്ദൻ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും അകത്തേക്ക് കയറി ചെന്ന് നയനയും നന്ദുവും സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിനെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ നന്ദു ചോദിക്കുക, എന്താ ചേച്ചി പറ്റിയത്? എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്? എന്താ സത്യം? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അത് പിന്നെ മോളെ, നീ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ ആദർശേട്ടനെ വിശ്വസിക്കുന്നില്ലേ? അതെനിക്ക് മനസ്സിലായി. ആദർശേട്ടനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അല്ല, ആ കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ടോ? ആ ചന്തുമോള് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കുട്ടി ആദർശേട്ടന്റെ കുട്ടി തന്നെയാണോ? അത് എന്നോട് ചോദിച്ചാൽ നീ ഒരു കാര്യം ചെയ്, നീ പോലീസ് യൂണിഫോം ഇടാൻ പോവാണല്ലോ, നീ കണ്ടുപിടിക്കുക, നീ ആരുടെ കുട്ടിയാണ് എന്നൊക്കെ നീ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കുക. അല്ലാതെ ഞാനൊന്നും പറയില്ല. പിന്നെ ആദർശേട്ടൻ്റെ മോളായിട്ട് തന്നെ അവൾ അവിടെ വളരുന്നത്. അവൾ ആദർശേട്ടൻ്റെ മോള് മാത്രമല്ല, എൻ്റെ മോളും കൂടിയാ. നല്ലൊരു കുട്ടിയാ, പാവ. അതിൻ്റെ അമ്മ തളർന്നു കിടക്കുക. അല്ല, ആ സ്ത്രീയെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണോ? അവളുടെ ജീവിതം പകുതിയല്ല, മുക്കാലോളം തീർന്നതാ. 1% മാത്രം ചാൻസേ ഉള്ളൂ. ആ 1% ചാൻസ് പോലും നോക്കണ്ട എന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി ആദർശേട്ടനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്കും ആദർശേട്ടന് വിശ്വാസം തന്നെയാണ്. ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ ചേച്ചിക്ക് അറിയാലോ, ആ മധുസൂദൻ എന്ന് പറയുന്ന അയാൾ എന്നെ അവിടെ ഇട്ടേ ഒരുപാട് നോവിച്ചിട്ടുണ്ട്. അത് ആരാന്നറിയാമോ അയാളെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടത്? വേറെ ആരുമല്ല, വേണു, രേവതി, അനാമിക, 3 പേർക്കിട്ട് ഞാൻ പണിയും, മുട്ടം പണി തന്നെ കൊടുക്കും. അവരെന്റെ ജീവിതം
ജീവിതം വെച്ചാ കളിച്ചത്. 3 പേരും കൂടെ ചേർന്ന് എന്നെ അവിടെ ഇട്ട് പേടാപ്പാട് പെടുത്തി. എന്നിട്ട് ആസ്വദിക്കുകയായിരുന്നു. യൂണിഫോം ഇടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. യൂണിഫോം ഇട്ട് കഴിഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ചേച്ചി. അതുകൊണ്ട് യൂണിഫോം ഇടുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം യൂണിഫോം ഇടാനായിട്ട്. അയ്യോ മോളെ, വേണ്ടാത്തതിനൊന്നും പോകരുത്. പോലീസ് യൂണിഫോം ഇട്ടില്ലെങ്കിലും നീ ഇപ്പം ക്യാമ്പിലൊക്കെ പോയി സെലക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിൽക്കുന്ന എന്തെങ്കിലും കേസോ നൂലാമാലകളോ ഉണ്ടായാല് അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേസും നൂലാമാലകളും ഉണ്ടാകാതെ തന്നെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും പണി കൊടുത്തിരിക്കും. അതും 8ന്റെ 16ന്റെ പണി തന്നെ ഈ നന്ദു കൊടുത്തിരിക്കും. അത്രയ്ക്ക് ഈ നന്ദു ആ ക്യാമ്പിൽ വെച്ച് സഹിച്ചിട്ടുണ്ട്. അതും കൊണ്ട് നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് ഏതായാലും പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടാ വന്നത്. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ്. അനാമിക ജ്യൂസ് ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും രേവതി അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അനാമിക പറയാ, അമ്മായിമ്മയും മരുമകളും സ്നേഹത്തിലായതിൽ പിന്നെ അവിടെ നിൽക്കാനേ തോന്നുന്നില്ല. അതിന്റെ കൂടെ ചന്തുമോൾ എന്ന് പറയുന്ന ഒരെണ്ണവും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് അതിനെ എല്ലാവരും കൂടെ കൊഞ്ചിക്കുന്നത്. അല്ല, അന്യ പെണ്ണില് ആദർശില് ഒരു കുഞ്ഞുണ്ടായപ്പം നയനി ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഓർത്തില്ല. സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇതൊരു കാരണമായിട്ടുണ്ടാക്കി വലിയൊരു കോലാഹലം തന്നെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാക്കിയേനെ. അത് വെച്ചിട്ട് അനന്തപുരി തറവാട്ടുകാരെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞേനെ. അതൊക്കെ ശരിയാ. അവള് പഠിച്ച കള്ളി, അമ്മ പഠിച്ച കള്ളി. അവളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവളുടെ ചേച്ചി ഒരുപാട് ഭേദമാ. അവക്കറിയാം ആ തറവാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന്. ഇപ്പൊ ഒരുപാട് ശമ്പളം ഉണ്ടല്ലോ. കമ്പനിയിലെ ഡിസൈനർ അല്ലേ നയന. പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. പിന്നെ എന്തിനാ ഇട്ടേച്ച് പോകുന്നത്? അവക്ക് കുട്ടികളും വേണ്ട. ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാ മതിയല്ലോ. ഫ്രീ ആയിട്ട് ഒരെണ്ണത്തിനെ കിട്ടിയില്ലേ. ഈ സമയത്താണ് ഒരു വണ്ടിയുടെ ഓണടി കേൾക്കുന്നത്. അത് വേറെ ആരും അല്ലാട്ടോ. ആ വണ്ടിയിൽ വന്നിറങ്ങുന്നത് നമ്മുടെ വേണുവാണ്. അപ്പൊ വേണു വന്നിട്ട് നമ്മുടെ നന്ദു വന്ന കാര്യം പറയാ. അവള് വന്നിട്ടുണ്ട് വിജയശ്രീലാളിതയായിട്ട്. എന്താ അച്ഛായി പറയുന്നത്? സത്യം തന്നെ ഞാൻ പറയുന്നത്. അതിന് തടയിടാൻ അച്ഛനെ കൊണ്ട് പറ്റിയില്ലല്ലോ. അത് മാത്രം മോള് പറയരുത്. ഞാൻ തടയിടാൻ നോക്കിയതാ. ആരുടെയൊക്കെയോ ഭാഗ്യത്തിനാ ഒരു ട്രെയിനർ അവിടെ വന്നത്. അയാളെ മാക്സിമം ഞാൻ അവിടെ മുതലാക്കി, അറിയാലോ. പക്ഷെ അയാള് മൂർത്തി സാർ ട്രാൻസ്ഫർ ചെയ്യിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ രേവതി പറഞ്ഞു, ഈശ്വര, അവൾ ഇനി ഏതെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു. ഇങ്ങോട്ടേക്ക് എങ്ങനെ വരുവോ? അവിടെയുള്ള ഗുണ്ടകളും രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് തമ്മിലടിച്ചങ്ങ് തീർന്നാ മതിയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വല്ലതും നടക്കുമോ രേവതി? ഇല്ല. പിന്നെ മൂർത്തി സാറിന് ട്രെയിനറിനെ മാറ്റാനുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ അങ്ങേർക്കേ അവളെ ഏതെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വലിയ സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യിക്കാനും പറ്റും. അവള് പോലീസ് യൂണിഫോമിൽ വന്ന് എന്നെ വരട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു പൊടിക്ക് ഒതുങ്ങുന്നതാ മോളെ നല്ലത്. നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടല്ലോ. അപ്പൊ നമുക്കങ്ങ് ഒതുങ്ങിക്കൂടാ. നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അനിയുടെ വല്യമ്മ തന്ന 10 പവന്റെ നെക്ലേസ് അല്ലേ കാണാതായത്? അത് മാത്രമാണോ? നമ്മൾ എന്തെല്ലാം കള്ളം പറഞ്ഞിട്ടാ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെയൊന്നും ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല അച്ഛാ. അങ്ങനെ ഇറങ്ങേണ്ട കാര്യം എനിക്കില്ല. അനിയോട് എനിക്ക് സ്നേഹമില്ല. എനിക്ക് കൂട്ടുകൂടെ ഒരു നല്ല സുഹൃത്തുണ്ട്. അനിയെ വിട്ടു വന്നു കഴിഞ്ഞാല് അവനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റും. അതാ ഇപ്പൊ എന്റെ ഏക പ്രതീക്ഷ. പക്ഷെ ഞാനങ്ങനെ വരാത്തത് നന്ദു എന്ന് പറയുന്നവളെ ആ തറവാട്ടിനകത്ത് കേറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇറങ്ങിയ അവള് കയറും. അവള് കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് പിടിച്ചു മേടിച്ചോണ്ടേ മോള് വരാവുള്ളൂ. മോള് ബന്ധം പിരിയുന്നുണ്ടെങ്കിൽ അതിന് അവനെ കൊണ്ട് മുൻകൈ എടുപ്പിക്കണം. അവൻ ബന്ധം പിരിയുന്നതെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാലേ നമുക്ക് നഷ്ടപരിഹാരം ഒത്തിരി കിട്ടും. എങ്കിലും നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ നീ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലേ അവന്റെ പേരിൽ ഒരുപാട് കള്ളക്കഥകള് വക്കീലിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ കോടതിയിൽ സത്യമാണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നെ ഒരുപാട് പാടായ കാര്യമായി. ഇപ്പോഴത്തെ ഉള്ള സാമ്പത്തിക സ്ഥിതിക്കും സ്വാധീനമൊക്കെ വെച്ചിട്ട് അവരെ പോലെ പ്രഗത്ഭരായ വക്കീലിനൊന്നും വെക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതൊന്നും അച്ഛനൊന്നും എന്നെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. എന്നോട് പറയുകയും വേണ്ട. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അല്ല, നീ ഇപ്പൊ പറഞ്ഞല്ലോ മോളെ നല്ലൊരു സുഹൃത്തിനോടൊപ്പം ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കണമെങ്കിലും പണം വേണ്ടേ? അങ്ങനെ പണം വേണമെങ്കിൽ അത് ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെ ഈടാക്കും. അതിനുള്ള മിടുക്കൊക്കെ തൽക്കാലം ഇപ്പൊ എനിക്കുണ്ട്.
അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു, ആ നീ വാ, മോൾ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് രേവതിനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. അനാമിക ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പൊ അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ നയനയും വന്നതും അനി ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അവരുടെ അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ അനി ചോദിക്കുന്നത്, ഏട്ടാ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നോ? അതറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്ത് വേണം? നിനക്കതറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഏട്ടനും ഏടത്തിയും പോയത് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരാനാണല്ലോ, അതും കൊണ്ടാ കൂട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിച്ചത്. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ വന്നു കേട്ടോ. ജലജ പറഞ്ഞു, എങ്കിലും ചോദിക്കും, അവൻ ചോദിക്കും. അവനത് ചോദിക്കാനാണല്ലോ കുറച്ച് നേരമായിട്ട് പുറത്തേക്ക് നോക്കി കണ്ണും നട്ടും കാത്തിരുന്നത് നിങ്ങളെ. എന്തൊക്കെ കണ്ടാലാ. എടാ, നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. അപ്പൊ പിന്നെ മൂന്നാളും ഇവിടെ തന്നെ ഉണ്ടാവൂലോ. അത് കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛനെയും അമ്മേനെയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദർശ് അവർക്ക് കൊടുത്ത വീടുണ്ടല്ലോ, അത് ഫ്രീ ആകും. അപ്പോഴത്തേക്ക് നമ്മുടെ നയന് പറഞ്ഞു, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. നീ കൂടുതലൊന്നും പറയണ്ടടി, നിന്റെയൊക്കെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാ നിനക്ക് അന്യ പെണ്ണിന്റെ കുഞ്ഞിനെ ലാളിക്കേണ്ടി വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, അതേപ്പറ്റി കൂടുതൽ സംസാരം അപ്പച്ചി സംസാരിക്കണ്ട. അപ്പച്ചിയുടെ സ്വഭാവം അല്ലേ വെക്ക, അത് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ചന്തുമോളെ മുൻനിർത്തിയിട്ട് ഒരു കുടുംബകലകം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, നടക്കത്തില്ലെന്നറിയാം. ഇവള് എന്തായാലും നിന്നെ വിട്ടു പോകാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മരുമകൾ തന്നെയാ മെച്ചം. അവക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കണം. നിന്റെ സ്ഥാനത്തെ ഹബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിലേ നവി എപ്പോ അവളുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ കാണില്ല അവള്. അതുകൊണ്ട് തന്നെയാ സത്യങ്ങളൊന്നും ഞങ്ങൾ വെളിയിൽ വിടാത്തത് എന്നിങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, എന്തിനാ അപ്പച്ചി വെറുതെ നാണം കെടാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഞാൻ കൊള്ളരുതാത്തവനാ. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടീനെ വഞ്ചിച്ചതാ. അത് ഞാനും എൻ്റെ ഭാര്യയും എന്നെ സ്നേഹിക്കുന്നവരും ഒക്കെ സഹിച്ചാൽ മതി, അല്ലാത്തവർ സഹിക്കണ്ട. അയ്യോ മതിയേ എൻ്റെ പൊന്നു മോനെ. എന്നാ പിന്നെ പെട്ടെന്ന് നീ ഉണ്ടല്ലോ അനി, ചെല്ല്, ഒരുത്തി വഴിക്കണ്ണുമായിട്ട് ഇരിക്കുമായിരിക്കും നിന്നെയും പ്രതീക്ഷിച്ച് എന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ് കേട്ടോ. അയ്യോ, സത്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. എന്നാലും ഈ സമയം നമ്മുടെ ആദർശ് പറയുന്നേ, അനി ഞാനൊരു കാര്യം പറയാം, നന്ദു നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ വെറുതെ അവളെ കാണാൻ ശ്രമിക്കരുത്. നിന്നെ ഇളയച്ചൻ അടിച്ചതാ, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നീ അടി പേടിക്കാൻ നോക്കരുതെന്ന്. ഇത് കേട്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നമ്മുടെ അനി നിപ്പുണ്ടോ. ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാൻ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.